ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് സംഭവങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ തുണിയെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാൻവി പറയാന്ന് ഞാൻ ഐസ്ക്രീം കഴിക്കുവാണ് ഗായ്സ്. പിന്നെ ബെഡെല്ലാം ആകെ പിള്ളേരെല്ലാം കളിച്ചിട്ടൊരു കോലായിട്ടുണ്ടായിരുന്നു, അതെല്ലാം വൃത്തിയാക്കി വെച്ചു. രാത്രി എന്തായാലും ഒന്നും കൂടി മുട്ടി വിരിക്കും. പിന്നെ മുട്ടി വിരിക്കും തന്നെ എല്ലാ സ്ഥലത്തും പറയൽ. ഇതിപ്പോൾ ജസ്റ്റ് വെറുതെ തലാണി അത് ഇതെല്ലാം അവിടെ ഇവിടെ ആയതും പിന്നെ വീതി മടങ്ങിയതെല്ലാം ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി വെക്കുന്ന അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മക്കളെല്ലാവരും അവിടുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഇന്ന് അച്ഛൻ വരുമ്പം ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിന്, അപ്പം അതിങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു ഡ്രസ്സ്. അത് പിന്നെ അവിടെ പെട്ടെന്ന് അവിടെ അതിൻ്റെ അടുക്ക് റിക്കൊണ്ട് ഉറങ്ങി എണീച്ചു. അപ്പം പിന്നെ വേഗം അവിടെ കഴിച്ചിടുകയാണ് ചെയ്തത്. അങ്ങനെ അലമാരിയിൽ വെക്കാനുള്ള അതെല്ലാം എടുത്തിട്ട് അലമാരിയിലെല്ലാം വെച്ച് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് നാളെ കൊറിയർ അയക്കാനുള്ളതാണ്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മേശയെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം കസ്റ്റമർ ആരെങ്കിലും മെസ്സേജ് എല്ലാം അയക്കുവാണെങ്കിൽ തുണീൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കലുണ്ട്. അന്നേരം പിന്നെ മേശ വൃത്തികേടായിട്ട് കിടന്നാൽ പിന്നെ അവർക്ക് അയക്കുന്നതിന് മുന്നേ അതെല്ലാം ആ സമയത്ത് വൃത്തിയാക്കേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ പിള്ളേർ കുളിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഓരോരുത്തർ ഡ്രസ്സ് ഓരോ സ്ഥലത്താണ് കഴിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച്. പിന്നെ അമ്മക്കിന്ന് വൈകുന്നേരം ചക്കപ്പണി ഉണ്ട് കേട്ടോ. അമ്മ ചക്കയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ചതക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മളെ എരിവുള്ള മുളകുണ്ട് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകവും തേങ്ങയും ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ അരക്കുന്നത്. അപ്പോൾ ഇതാ പിള്ളേർ കളിച്ചിട്ട് പണ്ടെൻ്റെ എഴുതിയ അസൈൻമെൻറ്റിൻ്റെ ഒക്കെ പേപ്പറും എല്ലാം ഉണ്ട് നിലത്ത്. അങ്ങനെ അതെല്ലാം അടുക്കി പെറുക്കി വെച്ചു. പിന്നെ വിചാരിച്ച് എന്തായാലും അടിച്ച് വാരിയേക്കാം നമ്മൾ. പിന്നെ വേഗം അടിച്ച് വരുവാന്ന്. അപ്പം മൂന്നാളും ആടുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാൻവി വന്നിട്ട് ഇത് അവൾക്ക് ക്യാമറ എവിടെ കാണുന്നു അന്നേരം പറയണം ഹലോ ഗായ്സ് പൂജാൻ്റെ അത് ചെയ്യുന്നു, ഹലോ ഗായ്സ് ഇത് ചെയ്യുന്നു എന്നെല്ലാം പറ്റും. അപ്പോൾ പിള്ളേരെ അധികം കാണിക്കുമ്പം നമ്മളെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനില്ല, അത് ഓഫായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ അധികം ഇനി കാണിക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അടിച്ച് വാരൽ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്ക് അമ്മ ചക്കപ്പരിപാടിയിലാണ്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മളവിടെ അപ്പുറത്ത് കാണുന്ന ഒരു കറുപ്പ് വരയില്ലേ, അത് നമ്മൾ കരിയോയിൽ എന്ന് പറയും. ഈ പുകയിതായിട്ടുണ്ടാകുന്നൊരു കലിയാണ് കേട്ടോ. അപ്പോൾ ആരൊന്നും വിചാരിക്കണ്ട. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ഉള്ളിയും ജീരകവും തേങ്ങയും മുളകും വെളുത്തുള്ളി നല്ലോണം ഇടണം, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക. എല്ലാം ഇട്ടിട്ട് അതിന് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചേട്ടാ. പിന്നെ ഇതാ നല്ല എല്ലാം വേഗം തുടക്കാൻ നിന്ന്. കാരണം ഇവർ മൂന്നാളും കൂടിയിട്ടുണ്ടല്ലോ പുറത്ത് ചളിയാക്കി കെട്ടി മറിഞ്ഞ് എല്ലാം കൂടി അകത്തോട്ട് മൊത്തം ഈച്ച. അങ്ങനെ പിന്നെ വേഗം തന്നെ അടിച്ച് വാരി പുറത്ത് കോലായും എല്ലാം നല്ല അടിച്ച് വാരിയല്ല തുടച്ച് കേട്ടോ. അപ്പോൾ സാൻവി കുളിച്ച് വന്നിട്ടുണ്ട്, ഇനി ആറിയിട്ടെടുക്കണം. അപ്പോഴേക്ക് ഇതാ ചക്ക നമ്മളത് കുക്കറിൽ തുറന്ന് നോക്കുമ്പം ഇതുപോലെയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് ഞാനും കുളിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ ചക്ക റെഡിയായി. അമ്മ ഇത് എല്ലാവർക്കും വിളമ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടില്ല, ഇനി ഒന്ന് മുടിയെല്ലാം ഒന്ന് കെട്ടണം. അങ്ങനെ എല്ലാവരും അമ്മ വിളമ്പിയിട്ട് മേശയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ റിക്കൂടും ചക്ക എന്നാണ് ഓടിപ്പോകുന്നതിനടുക്ക് ഞാൻ പറഞ്ഞിട്ട് ആ ജനൽ പൂട്ടുന്നു. അങ്ങനെ ജനൽ പൂട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ ഓനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞാൻ ഓനെക്കൊണ്ട് ചെയ്യിപ്പിക്കലുണ്ട്. അപ്പോൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞപ്പോൾ എന്നെല്ലാം പറഞ്ഞിട്ട് വേഗം പോയിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഇറക്കട്ടെ പുതിയ പഠിച്ചൊരു കാര്യമാണ് ജനൽ അടക്കുക എന്നുള്ളത്. അപ്പം ഓനെക്കൊണ്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ ഓനെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കും. പുറത്ത് മീൻകാരൻ വന്ന് ഹോണടിക്കുന്ന സൗണ്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടത്. അപ്പം മൂന്നാളും നല്ല ഉറക്കമാണ്. അപ്പം അതിൽ മുന്നേ എണീക്കുന്നതിന് മുന്നേ ഞാൻ വേഗം എൻ്റെ വോയിസ് ഓവർ കൊടുക്കൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സാൻഡറിക്കൊണ്ട് ചക്ക കൊടുക്കുന്നുണ്ട്, വേഗം വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓനൊന്ന് അഭിനയിച്ചു ചൂട് എന്നും പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാനും മുടികെട്ട് വന്നിട്ട് ഞാനും മക്കളൊപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം റിക്കൂട്ടൻ കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൻ തിന്നൂലായിരിക്കുന്നത്. പക്ഷേ പിള്ളേരും കഴിക്കുന്നതുകൊണ്ട് ഓനും കഴിച്ചു കേട്ടോ. അങ്ങനെ ചക്കയും ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് റിക്കൂട്ടൻ പറഞ്ഞു മതിയായി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ സനയും ഓൾറെഡി കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിന്. ചേച്ചീൻ്റെ മോനാണ് കേട്ടോ സനി. അങ്ങനെ സാൻവി പറഞ്ഞ് ഞാൻ താഴേക്കാന്ന് പറഞ്ഞിട്ട് ഓനെ ഇറക്കുന്നുണ്ട്. അപ്പം സാൻവി എല്ലാവർക്കും നെറ്റിക്ക് ചോപ്പ് കാണില്ല, ഓള് കുറി വലിച്ചെന്നതാണ് കേട്ടോ. ഇങ്ങനെ റിക്കൂട്ടം കഴിച്ചിട്ട് നേരെ വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. ഓനെപ്പോൾ അങ്ങനെ ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഓനെപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങി അന്നേരം മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ.
അപ്പം ഞാനും ഇത് ആസ്വദിച്ചിട്ട് ചക്ക തിന്നുവാണ്. അപ്പോൾ റിക്കൂട്ടിനും സനയും പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. സാൻപാണെങ്കിൽ എന്തെല്ലോ കഥകൾ എന്നോട് ഇങ്ങനെ പറയാന്ന് കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ ആയി ചായ കുടിക്കാത്തത്. അങ്ങനെ പിന്നെ ചക്കേൻ്റെ ഒന്നിച്ച് കുടിച്ചല്ലേ പറ്റൂ, അങ്ങനെ കുടിക്കുവാന്ന് കേട്ടോ. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. രണ്ടാളും കൂടി എന്തെല്ലോ ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചിലപ്പം സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും അത് ഓഫായി, മീൻസ് നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫാക്കും. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയെന്ന് കേട്ടോ. ബായ്, ഹായ്, പിന്നെ നമ്മൾ ചക്ക തിന്നോന്ന് ഗായ്സ് എന്നെല്ലാം പറഞ്ഞിട്ട്. ഈ നോർമൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് സാനിൽ ഇപ്പം ഗായ്സ് തന്നത്. അത് കേട്ടിട്ട് റിക്കും പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ വിളക്കെല്ലാം കത്തിച്ച്. അപ്പം സാൻവി വളരെ തെറ്റായിട്ട് നമ്മളെ രാമരാമെല്ലാം പാടുന്നുണ്ട്. സംഭവം ഓള് വിചാരിക്കുന്നത് ഓള് പാടുന്നത് വളരെ വളരെ ശരിയാണെന്നാണ്. പക്ഷേങ്കിൽ പാടുന്നത് മൊത്തം തെറ്റായിരുന്നു കേട്ടോ. മൊത്തം എന്നല്ല, 2-3 വരിയും തെറ്റായിരുന്നു. അപ്പം പിന്നെ ഞാനത് മാറ്റിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ റിക്കൂട്ടിനത് ആ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. റിക്കു ട്രൗസർ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണിത് സ്മൈലി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അച്ഛനെവിടെയോ ചെറിയ പണിയുണ്ടായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കാണ് ഒരു പൂമ്പാറ്റ വന്നിട്ട്. പിന്നെ 3 ആളും പൂമ്പാറ്റ എന്തെന്ന് വെച്ചാൽ കളി വളരെ കുറച്ച് സമയം കേട്ടോ. അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. റിക്കുവിന് പണ്ടേ പൂമ്പാറ്റേനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പൂമ്പാറ്റ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാൻവിക്ക് ഡയറി എഴുതിയിട്ട് അയച്ചു കൊടുക്കാൻ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എഴുതിപ്പിക്കുവാന്ന്. പിന്നെ സനേനെ കൊണ്ട് ഈ കാക്ക അങ്ങനെ എഴുതിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് റിക്കൂട്ടൻ വന്നിട്ടുണ്ട്, അവൻ്റെ സ്ലേറ്റും പെൻസിലും എടുത്തിട്ട്. റിക്കൂട്ടിന് വട്ടം മീൻസ് 0 വരക്കാനും ഇതുപോലെ 1 എഴുതാനും അറിയാം കേട്ടോ. അപ്പം 0 ഏതാ 1 ഏതാന്നെല്ലാം അറിയാം. അങ്ങനെ ജസ്റ്റ് അതിങ്ങനെ എഴുതുന്നുണ്ട്. അപ്പം സാൻവി കാണിച്ചു കൊടുത്ത് ഇതാണ് 0 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ എഴുതിയതുകൊണ്ട് ഓളെ പിടിച്ചുന്തുവാന്ന് നമ്മളെ റിക്കൂട്ടൻ. നല്ല കുശുമുണ്ട് കേട്ടോ റിക്കൂട്ടന്, ചെറുതൊന്നല്ല, നല്ല കുശുമുണ്ട്. അപ്പോൾ 1 1 എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുവാന്ന്. പിന്നെ ഇപ്രായത്തിൽ പിന്നെ ഇങ്ങനെ അല്ലാണ്ട് എന്തായാലും ശരിക്കും 1 2 എഴുതാനാവില്ലല്ലോ. എന്നാലും അവൻ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെയും അതുപോലെ 0 എന്ന് പറയുമ്പോൾ ആ വട്ടെല്ലാം വരക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അംഗൻവാടി പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പോകണം എന്നല്ലാന്ന് പറയൽ. ഇനി അവിടെ ആക്കിയിട്ട് വരുമ്പോൾ എന്ന അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഇതങ്ങനെ കുറച്ച് സമയം പോയി. അപ്പോൾ സാൻവി അപ്പോഴേക്ക് ഡയറി എഴുതിയിട്ട് അങ്ങോട്ടേക്ക് സൈക്കിളിൽ കയറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് നമ്മൾ വീഡിയോ ഇട്ടിരുന്നല്ലോ, അപ്പോൾ അതിനിങ്ങനെ കസ്റ്റമേഴ്സ് ഓർഡർ തരുന്നുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 മഞ്ഞയില്ലേ, അതിപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. മീൻസ് അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ വേണമെന്ന് പറഞ്ഞ് വെച്ചിട്ടാണെന്നുള്ളത്. അപ്പം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ അത് ഇനിയിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ സാൻവി സനേനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ പൂമ്പാറ്റ പിന്നെയും വന്നു കേട്ടോ. എവിടെയോ പോകും പിന്നെയും വന്നു. ഇപ്രാവശ്യം വന്നിട്ടിരിക്കുന്നത് നമ്മളെ തുണി വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിലാണ്. അങ്ങനെ പിന്നെ റിക്കോർഡിന് അതിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അത് മുകളിൽ കയറ്റി നോക്കുമ്പോഴേക്കും ഒരു പല്ലി എഴുതുന്ന അമ്മ വന്നത് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങോട്ടേക്ക് പറന്നുപോയി. പിന്നെ റിക്കോർഡിന് ഇത് അതിന് മുകളിൽ കണ്ടിട്ട് അതിനൂടെ കളിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോഴേക്ക് റിക്കു കയ്യിലേക്ക് ഇങ്ങ് ചാഞ്ഞ് ഉറക്കം തോന്നുന്നു. അങ്ങനെ പിന്നെ മക്കൾക്കെല്ലാം ഭക്ഷണം കൊടുത്ത് ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം പിന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക്. അപ്പം നമ്മളിങ്ങനെ നിഴൽ വെച്ചിട്ട് ചുമരുമ്മലിങ്ങനെ നിഴലെല്ലാക്കിയിട്ടും അങ്ങനെയെല്ലാം കഴിച്ചു. സാൻവി ഇങ്ങനെ പറയാന്ന് പൂച്ചാൻ്റെ ഭക്ഷണം കഴിക്കുകയാണ് ഗായ്സ് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ സനയും ഉറങ്ങിപ്പോയി, കറണ്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ അപ്പോഴേക്ക് അമ്മനക്ക് നമ്മളീ പൊടിയില്ലേ അത് തന്നിട്ടുണ്ടായിന്, അത് കഴിച്ചു. പിന്നെ ഇതാ നമ്മളെ സാൻവിയും റിക്കോർഡിനും കൂടി ഇവിടെ ഗംഭീര കളിയാണ്. രണ്ടാൾക്കും ഉറക്കൊന്നുമില്ല. മറ്റവൻ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമ്മൾ പാക്ക് ചെയ്ത് വെച്ച തുണിയെല്ലാം അവിടെ തന്നെ ഉണ്ട്.
പിന്നെ അടുത്ത് വേറെ കസ്റ്റമർ ഇങ്ങനെ വന്നിട്ടുണ്ടായിന്, അപ്പോൾ അവർക്ക് മെസ്സേജൊക്കെ അയച്ചു. അങ്ങനെ എൻ്റെ പണികളും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ റിക്കൂട്ടൻ ഇതാ മേശേൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ട് എന്തെല്ലോ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഓൻ നമ്മളെ കൽക്കണ്ടീൻ്റെ പൊടിയില്ലേ അതവിടെ വെച്ചതുണ്ടായിനെ, അപ്പോൾ അതെടുത്തിട്ട് മറിച്ച് കുറച്ച് വാരി തിന്നുകയും ചെയ്ത് മറിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ മൂക്കിലും വായിലെല്ലാം കാണുന്നത് കേട്ടോ. എൻ്റെ തൊണ്ടേനെ ശരിക്കും മാറിയില്ല. അങ്ങനെ പിന്നെ എന്താ റിക്കൂട്ടിൻ്റെ കയ്യും മുഖവും കായലും എല്ലാം നമ്മൾ കഴുകിപ്പിച്ച്. ഇപ്പം പിന്നെ പാല് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ പാല് കാച്ചി കൊടുത്ത്. അപ്പം രണ്ടാളും പാലെല്ലാം കുടിച്ചിട്ട് ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൂമ്പാറ്റയും പല്ലിയും കൂടിയാടി ഇങ്ങനെ മരണമാസ കളി കളിക്കുന്നുണ്ട്. പൂമ്പാറ്റയും വിട്ടു കൊടുക്കുന്നില്ല, പല്ലിയും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അതും നോക്കിയിട്ട് നിന്ന് റിക്കൂട്ടൻ ഭയങ്കര കുടുകൂടാ ചിരിയാണ് അത് കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഉറക്കി കേട്ടോ ഇങ്ങനെയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചുരിദാർ മെറ്റീരിയൽ ഓർഡർ തരാനുള്ളവർ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വാട്സപ്പ് നമ്പർ ഞാനിവിടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.